അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഒരു കള്ളത്തരങ്ങളുണ്ട്. ഈ തുണിയില്ലാത്തുള്ള ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നതിന് നമ്മൾ ചില ആൾക്കാർ ഒരു ടീമായിട്ട് ചേർന്ന് ഒരു സംഘം ചേർന്ന് നമ്മൾ അന്വേഷിക്കണം. പക്ഷെ ബാക്കിയുള്ള സീനുകളൊന്നും ആൽബത്തിലെ വിഷ്വൽസ് അല്ല. ലൊക്കേഷൻ ആ ഷാപ്പ് പായ സമയത്താണ് വീഡിയോ എടുത്തത്. ഒരു മുത്തം കൊടുത്ത് നിർത്തിക്കോ കേട്ടോ. ഒത്തിരി ഒരു നോട്ടം കൂടെ കൊടുത്തിരുന്നാൽ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കി നമ്മുടെ എല്ലാം പ്രിയ താരമായിരുന്ന നടി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിയാക്ടിങ് ടു റിയാക്ഷൻ വീഡിയോ. ഓക്കെ, സോ ടൈറ്റില് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അശ്ലീല രംഗങ്ങൾ അനുവാദമില്ലാതെ എടുത്തു, ഹൈക്കോടതിയിൽ രേണുവിനെതിരെ പരാതി ഹർജി. ഹൈക്കോടതിയോ? ഈ യൂണിവേഴ്സിൽ കോടതിയിലൊക്കെ കയറാൻ തുടങ്ങിയോ? സോ എന്തായാലും കൊള്ളാം, നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ. സോ രേണു, ഈ ഒരു റിയാക്ഷന്റെ ഈ ഒരു സംഭവത്തിലോട്ട് ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഏറ്റവും കൂടുതലും കണ്ടന്റ് വരുന്നത് രേണു രേണു രേണു. ഇതിനൊരു പരിധിയില്ലേ? സോ എന്തായാലും വീഡിയോ ഫുള്ള് കണ്ടുനോക്കാം. എന്താണ് ഹർജി, എന്താണ് പരാതി, എന്താണ് കോടതി എന്നൊക്കെ നമുക്ക് കണ്ടുനോക്കാം. ഓക്കെ, സോ വീഡിയോയിലോട്ട് പോവാം. നർത്തകിയും ഗായികയും മോഡലും എഞ്ചിനീയറും എയർ ഹോസ്റ്റസും ഒപ്പം തന്നെ നഴ്സും ബിഗ് ബോസ് താരവും ബാറുകളുടെ അംബാസഡറും ബാർ ഡാൻസറും സ്റ്റേജ് സിംഗറും മലയാളികളുടെ തമന്ന എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരിയായ രേണുസുതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അതേ രേണുസുതി ഫിലിംസിനെതിരെ ഹൈക്കോടതിയിലടക്കം ഹർജി നൽകുമെന്ന് രേണുവാണോ നൽകുന്നത്? ഞാൻ വിചാരിച്ചു രേണുവിനെതിരെ പറഞ്ഞുകൊണ്ട് ഒരു സാമൂഹ്യ പ്രവർത്തനം കവി കൂടിയായ ഒരു വ്യക്തി എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. അതായത് കഴിഞ്ഞ ആൽബം നമ്മൾ കണ്ടതാണ് മന്ദാരച്ചെപ്പ്. ഞാൻ കുറച്ച് കണ്ടായിരുന്നു. മന്ദാരച്ചെപ്പിന്റെ ഡയറക്ടർ കൂടിയായ, അതായത് പുതിയതായ ഒരു ആൽബം വരുന്നുവെന്ന് പറഞ്ഞ ആൽബം കള്ള് ഷാപ്പിലെ പെണ്ണ് എന്നുള്ള ആൽബം. കള്ള് ഷാപ്പിലെ പെണ്ണല്ല, കള്ള് ഷാപ്പിലെ പെണ്ണുപിടി. കള്ള് ഷാപ്പും പെൺകുട്ടിയും, ആ ഒരു കള്ള് ഷാപ്പും പെൺകുട്ടിയല്ല, കള്ള് ഷാപ്പും പെണ്ണുപിടിയും ആൽബത്തിന്റെ ചില സീനുകളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചില സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ, അറ്റാക്കുകൾ ഉണ്ടായി. അശ്ലീലം അതിരുകടക്കുന്ന രീതിയിലുള്ള സീനുകളാണ് ഏറെയും ആൽബത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള ആക്ഷേപവും താരത്തിനെതിരെ കടന്നാക്രമണവും സോഷ്യൽ മീഡിയയിലുണ്ടായി. എന്നാൽ അത്തരത്തിലുള്ള സീനുകളൊന്നും തന്റെ ആൽബത്തിലുള്ളതല്ല, തന്റെ അറിവോടുകൂടിയല്ല എടുത്തിരിക്കുന്നതെന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. എന്താണ് ഉണ്ടായത്? ഏറെ വിശദമായി തന്നെ പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. രണ്ട് സീൻ എടുത്ത് പുറത്ത് കിടപ്പുണ്ട്. പുറത്ത് കിടക്കും നമ്മുടെ ഇതിൽ തന്നെയാണ് അവരുടെ മീഡിയാസ് ഇട്ടേക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള സീനുകളൊന്നും ആൽബത്തിലെ വിഷ്വൽസ് അല്ല. അതെ, ആൽബത്തിലെ വിഷ്വൽസ് അല്ല. ഇതൊക്കെ കുയിൽ മീഡിയാസിനെ ഒരു റീച്ചിന് വേണ്ടിട്ട് കാണിച്ചു കൂട്ടുന്നത്. അത് ദാസേട്ടനും രേണു ചേച്ചിയും പിന്നെ രതീഷൊക്കെ കൂടിയിട്ട് റീൽ എടുത്തതാണ് അല്ലേ? അതില് എനിക്കിപ്പോ ഞാൻ അവരെ വർക്ക് ചെയ്യാൻ വിളിച്ചെന്ന ബേസിൽ എനിക്ക് അവരെ എന്റെ അടിമയാക്കി നിർത്താൻ പറ്റില്ല. അതെ, ഷൂട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. എന്റെ ലൊക്കേഷൻ ആ ഷാപ്പ് പായ സമയത്താണ് വീഡിയോ എടുത്തത്. അപ്പം ലൊക്കേഷൻ ഒരു റീൽസ് ആയിരുന്നു അത്. ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇപ്പൊ രേണുസുദിനെ ഇപ്പൊ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോ വെച്ചിട്ട്. അതിലെന്തോ ഒരുപാട് സെക്സ് കണ്ടന്റ് ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അങ്ങനെ ചിന്തിച്ച് കാണുന്നവർക്കല്ലേ അത്. നിങ്ങൾ ആൽബത്തിൽ അങ്ങനെ ഉണ്ടോ? 10-50 പേര് നിൽക്കുന്നിടത്ത് അങ്ങനെ നടക്കുക സംഭവം. മീഡിയാസ് ഞങ്ങളെ കാണാൻ വന്ന ബാക്കിയുള്ള ആൾക്കാർ കൊടുത്തു ശരിക്കും റീലായിരുന്നു അത്. വീഡിയോ വിഷ്വൽ റീലായിരുന്നു അത്. പ്രൊമോഷൻ റീലായിരുന്നു എന്നാണ് ഇവര് പറയുന്നത്. വിഷ്വൽസ് ഒരിക്കലും അത് പ്രൊമോഷന് വേണ്ടി എടുത്തത്. അതും അതായത് അഭിനേതാക്കളുടെ ഇഷ്ടപ്രകാരം അവര് എന്ത് പ്രകാരം. അതെ, നിർമ്മാത ഇത് ആരാ? പ്രൊഡ്യൂസറോ ആരാ? ഏറെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ആർജെ ലച്ചു എന്ന് പറയുന്ന ഈ ഒരു യുവ സംവിധായകൻ നടത്തി. അതായത് ഓളുടെ ഇഷ്ടപ്രകാരമല്ല ഇത്തരം സീനുകൾ. നമ്മൾ കണ്ട ദാസേട്ടന് മൊത്തമുള്ള ഇന്റിമേറ്റ് സീനുകൾ, ഒരുപക്ഷെ കാമലീലകളെന്ന് പരക്കെ അഭിപ്രായം വന്ന ആ ഒരു സീനുകൾ എടുത്തിരിക്കുന്നത് ഓളെ ഇഷ്ടപ്രകാരമല്ല. ഷൂട്ടിംഗ് പാക്കപ്പ് കഴിഞ്ഞതിന് ശേഷം, ഷാപ്പിലെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം താരങ്ങൾ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രമുഖ നടി രേണുസുതിയും ദാസേട്ടന്റെയും ഇഷ്ടപ്രകാരം
എന്തൊക്കെയാടാ പറയുന്നത്? പ്രമുഖ നടിയോ? ചില സീനുകൾ എടുക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നത് ഒരു സാമൂഹ്യ പ്രവർത്തകനും കവി കൂടിയായ നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാവുന്ന ഒരു വ്യക്തി, അദ്ദേഹമാണ് അയച്ചു തന്നിരിക്കുന്നത്. പൊട്ടിത്തെറിക്കുകയാണ് ആ ഒരു വ്യക്തി. അതായത് രേണു സുധിയുടെ കടുത്ത ആരാധകനായിരുന്നു ആദ്യകാലത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഇതാ താരത്തിനെതിരെ താരത്തിന്റെ ആൽബവുമായി ബന്ധപ്പെട്ട് അനാശാസ്യ പ്രവർത്തനങ്ങൾ അടക്കം നടക്കുന്നു എന്ന് സംശയമാണ് അദ്ദേഹത്തിനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോലും പരാതിയുമായി പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഉണ്ടായത്? വരട്ടെ. ഞാൻ ജിനൂസിന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. ഡൈഹാർട്ട് ഫാനാണ്, ആരാധകനാണ്. അപ്പൊ ഞാനിപ്പോ ഒരു വീഡിയോ അങ്ങോട്ട് അയച്ചു തന്നു. ഇപ്പൊ ഈ രേണു സുധി എന്ന് പറയുന്ന പുള്ളിക്കാരി കാണിക്കുന്ന വൃത്തികെട്ട ആഭാസത്തരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ വൃത്തികെട്ട ക്ലിപ്പുകൾ, അതുപോലെ സെക്സ് കെട്ടിപ്പിടുത്തവും കാണിക്കുന്ന ഈ പരിപാടികളൊക്കെ. അപ്പൊ അതിന്റെ ഡയറക്ടർ പറയുന്നത് ഇത് അവര് അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അതെ അതെ, ഡയറക്ടർ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ കൈയൊഴിഞ്ഞു. അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഒരു കള്ളത്തരങ്ങളുണ്ട്. അനാശീഷങ്ങൾ അടക്കം നമ്മൾ സംശയിക്കുന്നുണ്ട്. ആരാണത്? ഒരാൾ ഇത് കാണുന്ന ആൾ ഇത് കണ്ടുകിട്ട് ഇത് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇന്ന് വീട്ടിലെടുത്ത് നോക്കിയ മൊബൈലിലല്ല ഇതാണ്, ഇതിനുള്ള ആഭാസങ്ങളാണ്. ഫാമിലിയായിട്ട് ഒരു കുടുംബമായിട്ടിരുന്ന് മൊബൈലിൽ കാണാൻ പറ്റാത്ത, കുടുംബത്തോടിരുന്ന് കാണാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതിൽ നമ്മൾ നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് അവർ അതെ അതെ, നിങ്ങൾ എന്തായാലും നടപടി എടുക്കണം, എടുത്തേ പറ്റൂ. ഒരു ടാർഗറ്റ് എന്താണ്, ഒരു ലക്ഷ്യം എന്താണ്? അവര് ഈ ഇതിൽ നിന്ന് അവർക്കൊരു കിട്ടുന്ന ഒരു വരുമാനം കിട്ടിയില്ലെങ്കിലും റീച്ച് കിട്ടുന്നുണ്ട്. തന്തയ്ക്ക് വിളിയും തള്ളക്ക് വിളിയും കിട്ടുന്നുണ്ട്. എന്ത് ലാഭമാണ് അവർക്ക് ഉണ്ടാവുന്നത്? എന്ത് വരുമാനമാണ് അവർക്ക് ഉണ്ടാവുന്നത്? ഇതാണ് എന്റെ സംശയം. ഇതാണ് ഈ പല ആൾക്കാരുടെയും സംശയം. ഈ വൃത്തികെട്ട കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത്? ഈ തുണിയില്ലാത്തുള്ള ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നതിനെതിരെ നമ്മൾ ചില ആൾക്കാർ ഒരു ടീമായിട്ട് ചേർന്ന്, ഒരു സംഘം ചേർന്ന് നമ്മൾ അന്വേഷിക്കണം, അല്ലെങ്കിൽ ഒരു എൻക്വയറി നടത്തണമെന്നും പറഞ്ഞിരിക്കുകയാണ്. വളരെ വാൽഡായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവരുടെ ആൽബത്തിൽ ഈ പറഞ്ഞ കണക്കുള്ള മോശമായ സീനുകളൊന്നുമില്ല. എന്നാൽ ആൽബത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം താരങ്ങളുടെ അവസ്ഥ ഏറെ പരിതാപകരമാവുകയാണ്, ഏറെ നിരാശാജനകമാണ്. അതായത് താരങ്ങൾ കാമക്കടവുകളായി മാറുന്ന താരങ്ങളായി മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. താരങ്ങളുടെ അവസ്ഥ മാത്രമല്ല, സംവിധായകയുടെ അവസ്ഥയും മറിച്ചല്ല. എന്താണ് ഉണ്ടായത്? അതെ അതെ, സംവിധായകയും ഇതിനു വേണ്ടി നിൽക്കുകയാണ്. കിട്ടിയ അവസരം മുതലെടുക്കുകയാണ് പന്ന നാറി. എന്താ സംവിധായകയോ? വല്ലാത്തൊരവസ്ഥയാണ്. ഇതുപോലുള്ള ആൽബം ഷൂട്ടിംഗ് ലോകത്ത് എവിടെ ഉണ്ടാകാൻ വഴിയില്ല. അതായത് ആൽബത്തിന്റെ ഷൂട്ടിംഗ് കഴിയുമ്പോൾ നിയന്ത്രണം വിട്ട് കാമക്കടവുകളായി മാറുന്ന താരങ്ങളെയും സംവിധായകയുമാണ് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഇവർ പെരുമാറുന്നത്? സംവിധായകയെ അഭിനയിക്കുകയാണ്, അവർക്കും ഒരു അവസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. മനസ്സിലാക്കാൻ സാധിക്കുന്ന അഭിനയിക്കുന്ന താരങ്ങൾക്ക് ഇവിടെ കടുക്കാവെള്ളം നിർബന്ധമാക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിവിടെ ഉണ്ടായിട്ടില്ല. അതായത് പ്രമുഖ നടി തന്നെ ഈ രീതിയിൽ ഷൂട്ടിങ്ങിന് ശേഷം ഈ രീതിയിൽ പോകുന്നു. ആ ഒരു സീൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണാം. എന്താ ഉണ്ടായത്? ഒരു മുത്തം കൊടുത്ത് നിർത്തിക്കോ കേട്ടോ. ഒത്തിരി ഒരു നോട്ടം കൂടെ കൊടുത്തരും നല്ല രീതിയിൽ. കുറച്ചുകൂടെ ചേർത്ത് പിടിച്ചേ. ആ ചൂട്ടി കണ്ടോട്ടെ, കണ്ണിലോട്ട് നോക്കിക്കേ, ഇടുത്തി ചേർത്ത് പിടിക്കേ, ആ നെറ്റിക്ക് രുമ്പ് കൊടുത്തേ. ഇവനൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്ന പറമ. നെറ്റിലും കൂടെ കൊടുക്കുക, അങ്ങനെ കൊടുത്തു പോട്ടെ. ചേർത്ത് പിടിക്കുക, ദാസേട്ട് കുറച്ചുകൂടെ റൊമാൻസ് ഇട്ടെ, കുറച്ചുകൂടെ. ഇതിനെല്ലാം പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ ഒരു പറ ആള്. ഈ ഒരു സീനാണ് ഇത്രയും അധികം വിവാദമുണ്ടാക്കിയ സീൻ. ഈ സീൻ ആൽബത്തിൽ ഇല്ല എന്നാണ് ഓള് പറയുന്നത്. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. കുടുംബം ഈ സീൻ ആൽബത്തിൽ ഇല്ലെന്നോ? പിന്നെ എന്തിനാണ് സംവിധായക പറഞ്ഞു ചെയ്യിപ്പിക്കുന്നത്?
പ്രേക്ഷകർ ആൽബത്തിന് വേണ്ടി കാത്തിരുന്ന കുടുംബ പ്രേക്ഷകർക്ക് ഏറെ നിരാശ ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആൽബത്തിൽ അഭിനയിക്കുന്ന താരങ്ങളുടെ മാനസികാവസ്ഥയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്, ചില ഹോർമോൺ ഇൻബാലൻസ് ഷൂട്ടിന് ശേഷം ഉണ്ടായതിനു ശേഷം കാമക്കടുവുകളായി മാറുന്ന താരങ്ങളെ കാണാൻ സാധിക്കുന്നു. ഏറെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് സംവിധായക നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം ഉടൻ തന്നെ താരത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേസുമായി മുന്നോട്ട് പോകാൻ വലിയൊരു വിഭാഗം ആളുകൾ മുൻകൈ എടുത്ത് രംഗത്തെത്തിയിരിക്കുന്നു. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വിഷയത്തിൽ നിങ്ങൾ താരത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? താരത്തിന് ആരെ സപ്പോർട്ട് ചെയ്യാനില്ല, താരം ഒറ്റയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തോണം. കമന്റ് അറിയപ്പെടുന്ന ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കഴിഞ്ഞോ? സോ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. താരത്തെ കുറിച്ച്, താരവും നടിയുമായ രേണുസുതിയെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. യുവതാരവും നടിയുമായ രേണുസുതിയെ ഷൂട്ട് കഴിഞ്ഞ് അശ്ലീല രംഗങ്ങൾ എടുത്തു വന്ന് ഒരു സംവിധായകയും അതേപോലെ തന്നെ കവയിത്രിയുമായ ആരോഗ്യം ചേർന്ന് ഹൈക്കോടതിയിൽ പോകുന്നതെന്നും എന്തൊക്കെ തേങ്ങയെ പറയുന്നു. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങളും കണ്ടു കാണും. എന്തൊക്കെയോ ഈ യൂണിവേഴ്സിൽ നടക്കുന്നു, ഈ രേണുസുതി യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് ഇതിൽ മികച്ച നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ ബൈ ഗൈസ്. സബ്സ്ക്രൈബ്, ലൈക്ക്, ഹൈപ്പ് എല്ലാം ചെയ്യണേ. കമന്റും അടിക്കണം.